അനഘ, നമുക്കറിയാം ഈ ടാഗോർ ഹാളിൽ ഇങ്ങനെ കിടക്കുന്നത്, ഈ കാർഡുകൾ 4 മാസത്തോളമായി കിടക്കുന്നു എന്നുള്ളതാണ്. അത് രജിസ്ട്രേഷൻ നടപടികൾ വൈകുന്നു എന്ന് അധികൃതർ വിശദീകരിക്കുമ്പോഴും എത്രമാത്രം അനാസ്ഥയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥകൾ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യ ശേഖരണത്തിന് വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ഓട്ടോകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഈ മാലിന്യ ശേഖരണവും സംസ്കരണവും വേഗത്തിലാക്കാൻ ആണ് കോർപ്പറേഷൻ 60 വാഹനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. ഈ വാഹനങ്ങളൊക്കെ തന്നെയാണ് ഓടിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. മാത്രമല്ല, ഈ വാഹനങ്ങൾ വലിയ ലക്ഷങ്ങൾ മുടക്കിയാണ് കേരളത്തിൽ പുറത്തു നിന്നാണ് ഈ വാഹനങ്ങൾ എത്തിച്ചത് എന്നതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ഈ വാഹനം ഈ തുരുമ്പെടുത്ത് നശിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ അധികൃതരുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ കാര്യത്തിലൂടെ അവർ പ്രതികരിക്കുന്നത് ഓടിക്കാൻ അറിയുന്ന ഡ്രൈവർമാരെ കിട്ടാനില്ല എന്നൊരു മുടന്ത ന്യായമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകും, വാർത്തയാകും എന്ന് വരുന്ന സമയത്ത് ഇവർ പറയുന്നത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ ഈ ഓട്ടോകൾ നിരത്തിലിറക്കാൻ സാധിക്കും എന്നതാണ്. എന്തായാലും ഈ കോർപ്പറേഷന്റെ അനാസ്ഥ അല്ലെങ്കിൽ പിടിപ്പുകേട് കൊണ്ട് 60 ഓട്ടോകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.